അപ്പോൾ നമ്മളിന്നുള്ളത് സ്പർശ് കോളേജ് ഓഫ് നഴ്സിംഗിലാണ്. ബാംഗ്ലൂരിൽ തന്നെ 8ഓളം ഹോസ്പിറ്റൽ, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ള ഒരു ഗ്രൂപ്പാണ് സ്പർശ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് SS സ്പർശ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അവരുടെ ഓൺ നഴ്സിംഗ് ക്യാമ്പസിലാണ് നമ്മൾ വന്നേക്കുന്നത്. നഴ്സിംഗ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവരുടെ വൺ ഓഫ് ദ ഹോസ്പിറ്റലിനകത്ത് തന്നെയാണ് ഇവരുടെ ഒരു നഴ്സിംഗ് ക്യാമ്പസ് വരുന്നത്. ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോകാൻ താല്പര്യമില്ല എന്ന് വെച്ചാൽ അത്രയും ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ ഓൺ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ തന്നെ പഠിക്കാൻ നഴ്സിംഗ് താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ബെറ്റർ ഓപ്ഷനാണ് സ്പർശ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. സോ ഈ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഇവരുടെ കോളേജ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കാണുന്ന റൈറ്റ് സൈഡിലായിട്ട് ഇവർ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഈ ഒരു സ്പെസിഫിക് ഹോസ്പിറ്റലിൽ മാത്രം എന്തോരം ഡിപ്പാർട്ട്മെന്റിൽ എന്തോരം സ്പെഷ്യലിസ്റ്റുകളും എന്തോരം ഡോക്ടേഴ്സും ഉണ്ടെന്നാണ്. നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് കാർഡിയോളജി, ലാപ്രോസ്കോപ്പി, ഓങ്കോളജി, ന്യൂറോ സർജറി, ന്യൂറോളജി എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇവൻ അങ്ങേ അറ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കൺസൾട്ടന്റ് ഈസ്തറ്റിക്, പ്ലാസ്റ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് സർജറിക്ക് വരെയുള്ള ഡോക്ടേഴ്സും സ്പെഷ്യലിസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. സോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോരം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അത്രയും പേഷ്യൻസ് ഉണ്ടായിരിക്കും. സോ അത്രയും എക്സ്പോഷേഴ്സ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളത്. സോ നമുക്ക് അകത്ത് നോക്കി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെയാണ് OT ഡിപ്പാർട്ട്മെന്റ് എല്ലാം വരുന്നത്, ICU കാര്യങ്ങൾ. ഈ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് ICU, OT അങ്ങനൊരു ഇതായിട്ടാണ് വരുന്നത്. പിന്നെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കുട്ടികൾക്കായിട്ടുള്ള കോളേജ് ഏരിയ വരുന്നത്. അവിടെ ഹോസ്പിറ്റലുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് വെച്ചാൽ അവിടെ കോളേജ് ഏരിയ മാത്രമാണ്. പിന്നെ തൊട്ട് താഴത്തെ ഫ്ലോറുകളിലായിട്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഏരിയാസും പേഷ്യൻസും കാര്യങ്ങളും അവരുടെ വാർഡ്സും OP പേഷ്യൻസും ഒക്കെ വരുന്നത് അല്ലേ. ഈ ഒരു ഫ്ലോർ കാണിച്ചു. ഇവിടെ നമ്മൾ വന്നപ്പം ഓൾറെഡി ഉള്ള ICU കൂടാണ്ട് ഇവിടെ ലിവർ ICU എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റ് ICU ഉണ്ട്. ഇവിടെ എല്ലാം നിറയെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കയറാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി പേഷ്യൻസ് സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ നമ്മളൊരു ഇൻഫെക്ഷൻ വരരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ കയറി കാണിക്കാൻ. പക്ഷേങ്കിൽ ഈ ഒരു ഫ്ലോർ ഫുള്ളായിട്ട് സെപ്പറേറ്റ് OT ആൻഡ് ICU ഏരിയ ആണ്. ടോട്ടൽ ഇതൊരു 50+ ബെഡഡ് ഹോസ്പിറ്റലാണ്. സോ ഇതിന്റെ ഒരു നെക്സ്റ്റ് ഫ്ലോറിലാണ് കോളേജ് ഏരിയ വരുന്നത്. സോ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്പർശിന്റെ ക്ലാസ്സസ്, നഴ്സിംഗ് സ്റ്റുഡൻസിനുള്ള ക്ലാസ്സസ് നടക്കുന്ന അവരുടെ കോളേജ് ക്യാമ്പസ് ഏരിയയിലാണ്. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുമ്പോൾ നേരെ വരുന്നത് ഇവിടെ നേരെ ഒരു ലോങ്